സംസ്ഥാന കൃഷി വകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട അശോക് കുമാർ തെക്കലിൽ നിന്നും 1,28,00,000 രൂപ ഈടാക്കണമെന്ന് കൃഷിവകുപ്പിന്റെ സ്പെഷ്യൽ വിജിലൻസ് സെൽ റിപ്പോർട്ട്. കേരഫെഡ് എംഡി ആയിരുന്ന കാലത്ത് നടത്തിയ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലാണ് ശുപാർശ. രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതേസമയം ക്രമക്കേടുകളെ തുടർന്ന് കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത അശോക് കുമാർ തെക്കനെ PPM ഡയറക്ടർ എന്ന സുപ്രധാന തസ്തികയിൽ നിയമനം നൽകിയ സർക്കാർ നടപടിയും ദുരൂഹതയ്ക്കിടയാക്കുന്നു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരഫെഡിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച സ്പെഷ്യൽ വിജിലൻസ് സെൽ റിപ്പോർട്ടിലാണ് കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെട്ട അശോക് കുമാർ തെക്കനിൽ നിന്നും 1,28,60,176 രൂപ ഈടാക്കാനുള്ള ശുപാർശ. 2013-2016 കാലയളവിൽ ഗുണനിലവാരമില്ലാത്ത പച്ചത്തേങ്ങ നിർബന്ധപൂർവ്വം കേരഫെഡ് പ്ലാന്റുകളിൽ എടുപ്പിച്ചതിലൂടെ 58,57,776 രൂപയുടെ നഷ്ടമുണ്ടായി. ഈ തുക MD ആയിരുന്ന അശോക് കുമാർ തെക്കനിൽ നിന്നും ഉത്തരമേഖലാ സോണൽ മാനേജർ സുഭാഷ് ബാബുവിൽ നിന്നും ഈടാക്കണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ കമ്പനികളെ ഒഴിവാക്കി ട്രയറുകൾ വാങ്ങിയതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തി. ട്രയറുകളുടെ ഷെഡ് നിർമ്മാണത്തിലും ഇതേ രീതിയിൽ തന്നെ ക്രമക്കേട് നടത്തിയതായും സ്പെഷ്യൽ വിജിലൻസ് സെൽ കണ്ടെത്തി. ഈ രണ്ടിനങ്ങളിലായും 70,10,400 രൂപയുടെ നഷ്ടം വരുത്തിയതും MD ആയിരുന്ന അശോക് കുമാർ തെക്കൻ അടക്കമുള്ളവരിൽ നിന്നും ഈടാക്കണമെന്നാണ് സർക്കാരിന് വിജിലൻസ് സ്പെഷ്യൽ സെൽ നൽകിയ ശുപാർശ. അതേസമയം കൃഷിവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ട അശോക് കുമാർ തെക്കനെ സർക്കാർ അവരോധിച്ചത് മറ്റൊരു സുപ്രധാന തസ്തികയിലാണെന്നും വ്യക്തമായി. തെക്കനെ സ്ഥാനത്ത് നിന്ന് നീക്കിയ ഉത്തരവിൽ തന്നെ പറയുന്നത് PPM ഡയറക്ടർ സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരമുള്ള പദ്ധതികളുടെ രൂപീകരണവും നടത്തിപ്പുമാണ് ഈ തസ്തികയുടെ ഉത്തരവാദിത്തം. ക്രമക്കേടുകളുടെ പേരിൽ മുഴുവൻ ഔദ്യോഗിക പദവികളിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്ന റിപ്പോർട്ട് നിലനിൽക്കെയാണ് വൻതോതിൽ ഫണ്ട് കൈകാര്യം ചെയ്യേണ്ട തസ്തികയിൽ അശോക് കുമാർ തെക്കന് സർക്കാർ നിയമനം നൽകിയത്. KR സാജു, റിപ്പോർട്ടർ, കോഴിക്കോട്.